അർജുനായെങ്കിയല്ല ആരായാലും പോലീസിനെ വെല്ലുവിളിച്ചാൽ ഇതായിരിക്കും അവസ്ഥയെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ക്രമസമാധാന ചുമതലയുള്ള ADGP പി വിജയൻ IPS. നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള ധിക്കാരപരമായ നടപടികൾ കേരളത്തിൽ നടക്കില്ലെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം. വളരെ സേഫായി VPN അടക്കമുള്ള സാങ്കേതിക വിദ്യയ്ക്ക് പ്രയോഗിച്ചു നോക്കി. പക്ഷേ അതിനേക്കാൾ സ്മാർട്ടായ പോലീസ് കേരളത്തിലുണ്ട് എന്ന് ചിലർ ഓർക്കണമെന്ന് അർജുനായെങ്കിയെ ചൂണ്ടിക്കാട്ടി പി വിജയൻ പറയുന്നുണ്ട്. പോലീസ് വളരെ കൃത്യമായി തന്നെ അതിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള ധിക്കാര പ്രവർത്തനങ്ങൾ അനുവദിക്കാനാകില്ല. പോലീസിനെ പേടിച്ച് അർജുനാണ് കറങ്ങി നടന്നതെന്നും ADGP പി വിജയൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അർജുനായെങ്കിക്കെതിരെ കാപ്പ അടക്കം ചുമത്തുന്നത് പരിശോധിക്കുമെന്നും മറ്റ് നിയമപരമായ സാധ്യതകളെല്ലാം പോലീസ് നോക്കുമെന്നും അദ്ദേഹം ഉറപ്പു പറയുന്നുണ്ട്. നിലവിൽ ഇപ്പോഴത്തേതു മാത്രമല്ല, വേറെയും കേസുകൾ ആ പ്രതിക്കെതിരെയുണ്ട്. ആയെങ്കി എന്നല്ല, ഒരു ഗുണ്ടയ്ക്കും ഇത്തരത്തിൽ വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഉണ്ടാകാൻ പാടില്ല. ഇനി ഉണ്ടാകില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരളത്തിലെ ക്രിമിനലുകളായ ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് വെച്ച് ഒരു ഓപ്പറേഷന് പദ്ധതിയിടുന്നതിനിടയിലാണ് ആയെങ്കിയുടെ വെല്ലുവിളി ഉണ്ടായത്. ഒരു ആയെങ്കിയെ പിടിക്കുക എന്നതിനപ്പുറത്ത് ഇത്തരത്തിലുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള നിയമപരമായ നടപടി കൂടിയാണ് പോലീസ് ലക്ഷ്യമിടുന്നതെന്നും പി വിജയൻ പറഞ്ഞു. രാത്രി 10 മണിയോടെ ഏകദേശം 55ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിൽ ആയെങ്കിയുടെ കൂട്ടാളികളുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. ഒരു വെല്ലുവിളിക്കും മുതിരാത്ത രീതിയിൽ ഇനി അർജുനായെങ്കി എന്ന ക്രിമിനൽ വെളിച്ചം കാണുന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പോസ്റ്റ് ലൈക്ക് ഇടുകയും കമന്റ് ഇടുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ആളുകളെയും പിന്നാലുണ്ട്. പോലീസിന് കുറെ വെല്ലുവിളിച്ചു എന്നുള്ളത് അയാളുടെ ഒരു തോന്നലാണ്. പോലീസ് അതേ പിന്നെ ആയെങ്കിൽ ഒരു പരിധി വിട്ടിട്ട് വളർന്നു അയാൾക്കൊരു തോന്നലുണ്ടെന്ന് കരുതിയത് മനസ്സിലായപ്പോൾ തന്നെ പോലീസ് അയാളെ നിയമപരമായി പൂട്ടാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു. അതിന്റെ കൺക്ലൂഷൻ ഇന്ന് പുലർച്ചയ്ക്ക് നടത്തുന്നേ ഉള്ളൂ. പക്ഷേ വലിയ അന്വേഷണം നടക്കുമ്പോഴും പൊതു ഇടങ്ങളിൽ ആയെങ്കിൽ ഇപ്പോൾ എടപ്പാളിൽ വന്നു, ഇപ്പൊ കണ്ണൂരെത്തിയത് ആ തരത്തിലാണ് മാധ്യമങ്ങളോട് സംസാരിച്ചു. ഇതിനകത്ത് കുറച്ച് കാര്യമുണ്ട്. അദ്ദേഹം ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. ബെയിൽ പരിഗണനയിലുള്ളപ്പോൾ സാധാരണ നിലക്ക് ബഹുമാനപ്പെട്ട കോടതികളുടെ തീരുമാനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ സാധാരണ ഇടപെടാറുള്ളൂ. കോടതി കഴിഞ്ഞ ദിവസമാണ് ബെയിൽ റിജക്ട് ചെയ്തിരിക്കുന്നത്, ആന്റിസിപ്പേറ്ററി ബെയിൽ. അതിനുശേഷം പോലീസ് ആക്ട് ചെയ്ത് ആ സമയത്താണ് ഇയാൾ മുങ്ങിയിരിക്കുന്നത്. വലിയ കുറ്റം ഏതെങ്കിലും തരത്തിൽ നമുക്ക് പെട്ടെന്ന് ഊരി വരാവുന്ന തരത്തിലുള്ള കുറ്റമാണ് ആയെങ്കിക്കെതിരെ ഉള്ളത് എന്ന് പല കോടതികളിൽ നിന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ല, അയാൾ ചെയ്തിരിക്കുന്ന എന്ത് കുറ്റമാണെങ്കിൽ അതിനുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അത്ര പെട്ടെന്ന് ഊരി വരാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. അല്ല, ഇപ്പോഴെന്താണ് പരിവേഷം ഉണ്ടായിരിക്കുന്നത്? അതായത് അതൊക്കെ അതിനൊരു താൽക്കാലികമായിരിക്കുന്ന ഒരു ഷോ മാത്രമല്ല. ഈ പോലീസിനെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ സമൂഹത്തിനെ വെല്ലുവിളിക്കലാണ്. പോലീസ് എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്നും വേർതിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനല്ല. സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരം പോലീസിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നു. ഞങ്ങൾ ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കാണുകയും അതിന് പോസ്റ്റ് ലൈക്ക് ഇടുകയും കമന്റ് ഇടുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ആളുകളെയും പിന്നാലുണ്ട്. അല്ല, അയാൾ ലൊക്കേഷനുകൾ പലയിടത്തു നിന്നും മാറി നടക്കുകയായിരുന്നു. പക്ഷേ അയാൾ പോകുന്ന മാർഗങ്ങളിലൊക്കെ ഞങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ കൃത്യമായിരിക്കുന്ന നിർദ്ദേശമുണ്ട്. ഒന്ന്, ഇയാളെ പിടിച്ചിരിക്കണം. 2, ഇതൊരു നമ്മളുടെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനോ നിയമപരമല്ലാത്തൊരു രീതിയും ഫോളോ ചെയ്ത് കൃത്യമായിരിക്കുന്ന നിയമപരമായിരിക്കുന്ന രീതികൾ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. മറ്റൊരു കാര്യം, ആയെങ്കിയെ വെടിവെക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ, അതെല്ലാം അതാരോ കേരള പോലീസിന്റെ തീരുമാനമായിരുന്നില്ല. അല്ല, ഞാനിവിടെ പറഞ്ഞതാണ്. കാരണം ഞങ്ങൾ കുറച്ച് പേരെ ഓടിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ 2 മണിക്കാണ്, ഇന്ന് പുലർച്ചയ്ക്ക് 2 മണിക്കാണ് ആ മാരത്തോണിന്റെ ഒരു ഘട്ടം കഴിഞ്ഞു. പക്ഷെ മാരത്തോൺ ഇവിടെ അവസാനിച്ചിട്ടില്ല. ഞങ്ങൾ ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന് പറഞ്ഞൊരു മാരത്തോൺ ഉണ്ട്. ആ മാരത്തോണും കുട്ടികൾക്ക് പിന്നാലെയുള്ളതാണ്. അതിൽ ഇന്നലെ ഒരു 55ഓളം പേരെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് തുടർന്നുകൊണ്ടിരിക്കും.